ഹലോ, രാവിലത്തെ ചപ്പാത്തിയൊക്കെ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ച് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇന്നത്തേത്. അപ്പോൾ ഞാനിവിടെ ഒരു പാനിലേക്ക് 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നമുക്കതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം, കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവോളയാണ്. അപ്പോൾ ഞാൻ ഒരു ചെറിയ സവോള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കുക. എരിവിന് വേണ്ടിയിട്ട് 2 പച്ചമുളക് ഇതുപോലെ മുറിച്ചത് ചേർത്ത് കൊടുക്കാം, കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുക്കുമ്പം ഒരുപാടങ്ങ് ബ്രൗൺ കളറൊന്നും ആക്കി വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണോളം മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ അതിൽ പച്ചമുളക് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മുളക് പൊടിയേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ തക്കാളി ഒന്ന് വേവായി കിട്ടണം. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്കിതിലേക്കൊരു മുട്ട അതും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ മുട്ടയൊന്ന് കുക്കായി കിട്ടണം. ഇനിതാ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചപ്പാത്തിയാണ്. അപ്പോൾ ഞാനിവിടെ 4 ചപ്പാത്തി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ചപ്പാത്തി മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഗ്രേവിയാണ്. ഇതിപ്പോൾ ബീഫ് കറിയുടെ ഗ്രേവിയാണ്, ചിക്കൻ കറിയുടെ ഗ്രേവി ആയാലും മതി. അത് നമുക്ക് ആവശ്യത്തിനുള്ളത് ഇഷ്ടം പോലെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എല്ലാ ഭാഗത്തും ആ ഗ്രേവിയൊക്കെ ഒന്ന് മിക്സായി കിട്ടണം. ഇനി ലാസ്റ്റ് നമ്മളിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, ഏകദേശം ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ അറിയിക്കാം കേട്ടോ.